ചങ്ങായിമാരെ സിനിമ കാണുക, ബീച്ച് പോവാ, അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. ഹാപ്പി ഓണം. എടോ ഓനെ പിടിക്കണോ? ഓനെ കിട്ടുവോ? അല്ലാതെ ഓനെ കിട്ടുവോ? ഗൈസ് ബഹ്റൈൻ രജിസ്ട്രേഷൻ വണ്ടി ഗൈസ് റേസാണ് ഗൈസ്. ഇങ്ങനൊരു വണ്ടി ചേസ് ചെയ്തിട്ട് വരിക ബാക്കിലിട്ട് പോം പിടിച്ചു. വന്നാലുണ്ടല്ലോ അടിപൊളി. രാത്രി 7 മണി ആളിവിടെ കാലിക്കറ്റ് കഫ്റ്റീരിയ കോഴിക്കോട് ഫുഡ് അടിക്കാൻ വന്നതാണ് ഗൈസ്. റുമാലും ചിക്കനും ഗൈസ്. ഷവായും ജ്യൂസും അടിച്ച് ഫുഡൊക്കെ അടിച്ച് 5 മസാല ഷവായും പിന്നെ നമ്മളെ റുമാലി റൊട്ടിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി ഗൈസ്. ഇതാണ് നമ്മുടെ കോഴിക്കോടിന്റെ പ്രത്യേകത. എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാരും മാറിക്കൊടുക്കും ഗൈസ്. ആംബുലൻസ് കണ്ട ഐസ് അന്തസ്. അപ്പൊ ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും എല്ലാം മാറിക്കൊടുക്കും. എന്താ ബാക്കിലെ ബ്രേക്ക് തീരെ ഇല്ല. ഞാൻ പിടിച്ചു നോക്കിന് ഒന്നും അറിയുന്നില്ല ഇതിനകത്ത്. കാറാണെങ്കിലോ ഞാനേ. ഹലോ ഗൈസ്, അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഇന്നലെ രാത്രി പെട്രോൾ കഴിഞ്ഞു. വണ്ടിന്റെ പെട്രോൾ കഴിഞ്ഞ് ഞാൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൾ പെണ്ണ് രാവിലെ എണീച്ച് ഇന്റെ വീട്ടിലേക്ക് ഓണ്ട വേയാണ്. അതിന്റെ ഇടയ്ക്ക് സിനിമയും കാണാനുള്ള പരിപാടിയാണ്. ലോക സിനിമയും കാണുക, പൊറുക്കുക. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ ഗൈസ്. തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൽ എത്തിയിട്ട് അയാള് മോനെ സീരിയസ് സ്ഥലം. അപ്പൊ ഗൈസ് തിക്കോടി ബീച്ച് വെറും ഒരു ഡ്രൈവിംഗ് ബീച്ചില്ല, അവിടുത്താണ് ഒരുപാട് സിനിമാസ് എടുത്ത്. ആടുന്നാണ് മറ്റേ തീവണ്ടിയെല്ലാം എടുത്തത്. അതെ, തീവണ്ടി സിനിമ, പുക സിനിമ, എല്ലാത്തിനും കുറെ ഷോർട്സും സീരിയലൊക്കെ അവിടെ അടുത്ത്. പിന്നെ ഒരു തീവണ്ടിക്കും വേണ്ട ആ പാട്ട് അതും അവിടെ അടുത്ത്. ഞാനിപ്പോ ഹൈവേ കൂടി പറക്കുക. ലോക സിനിമ 10:30 ഷോ ബുക്ക് ചെയ്ത്. ഗൈസ് നമ്മള് പയ്യോളി എത്തി. പയ്യോളി ബസ് സ്റ്റാൻഡാണിത് ഗൈസ്. ഇത്ര സ്പീഡിൽ ജന്മത്തിൽ ഞാൻ പോയില്ല. ഇതാണ് നമ്മളെ ന്യൂജൻ വേ ഓഫ് ഡ്രൈവിംഗ്. എത്ര പൊടിയാണെങ്കിലും പ്രശ്നമില്ല, എത്ര പെട്രോൾ ഇല്ലെങ്കിലും പ്രശ്നമില്ല. 60-80 അതാണ് സ്പീഡ് ലിമിറ്റ്. നമ്മളിപ്പോൾ വടകരാണ്. വടകര 3 സിനിമാ തിയേറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന ഏത് തിയേറ്ററാണ്? ഞാൻ പോകുന്ന കീർത്തി തിയേറ്റർ പോയിട്ട് ലോക സിനിമ കാണാം. 3 ആഴ്ചയായി സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോഴും ഹൗസ്ഫുള്ളാണ് ഗൈസ്, ഹൗസ്ഫുൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക സിനിമന്റെ ഒരു ഇമ്പാക്ട്. എടോ മെല്ലെ പോവുക. നോക്ക്. ഒരു സന്യാസിയോ ഇറങ്ങി ബോളിവുഡ് ഒരു പുതിയ യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ ആ സിനിമ കണ്ടിറങ്ങി ഇറങ്ങിയിട്ട് ഒരു ഫീൽ എന്താ വെച്ചാല് ഇനി ലെവല് മാറി. ഹലോ ഗൈസ്, നമ്മുടെ പുഷപ്പ് ചാനൽ കുറെ നേരമായി ചാലഞ്ചിന് ചെക്കന്മാർ തപ്പുന്നത്. അപ്പോൾ ഇവര് പറയുന്ന റീസൺ എന്താ വെച്ചാൽ ഒരുത്തരം എക്സ്ട്രോവേർട്ട് ആക്കി, പക്ഷെ ബാക്കി 2 ഇൻട്രോവേർട്ട് ആക്കി. അപ്പോൾ
ചെയ്യൂല. അപ്പൊ ഗൈസ് ഏതോ ഒരു ചങ്ങായി പറഞ്ഞു പാർട്ടി ഓഫീസിന്റെ ഓപ്പോസിറ്റ് റോഡ് പോയാല് സ്റ്റേഡിയത്തിലെത്തും, അവിടെ കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് പുഷപ്പ് ചാലഞ്ച് കുട്ടികളെ പഠിച്ചു. ഓപ്പോസിറ്റ് റോഡ് ആള് നീ ഒന്ന് കാണിച്ചു കൊടുക്ക്. അവസാനം എത്തിയ സ്ഥലമാണ് ഗൈസ് ഇവിടെ. ഞാള് ബലന്റെ മുകളിലാണ്. ഇവിടെ കാണിച്ചതാ ഇവിടെ കളിക്കൂടില്ല ചിക്കൻ പൊട്ടാനും ചാവില്ലേ അതുകൊണ്ടൊക്കെ തട്ടണ ചെറുതൊക്കെ തട്ടുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. കൂടുതൽ പുഷപ്പ് അടിക്കുന്നവന് 200 രൂപ. നോക്കട്ടെ. അല്ല ഏറ്റവും ഇതിപ്പോ ഫസ്റ്റ് വരെ അടിക്കും. വരെ അടിക്കുന്ന മോളിൽ ഇങ്ങനെ അടിച്ചാല് ഇനി ആ ലീഡിങ് ഞാനെണ്ണു. ഓ പ്രേക്ഷകരെ എന്നാ ഒരു കാര്യം ചെയ്യ്, എല്ലാരും ഒരുമിച്ച് അടിച്ചു. ഞാനെണ്ണ 1 2 3. അത് വേണ്ട, എന്നാ ഒറ്റക്കൊറ്റക്ക് അടിച്ചോ. ആ ഇവിടെ ഫസ്റ്റ് അടിക്കുന്നത്. എന്നാ ഈ പ്രോപ്പർ ഫോം ആയിക്കണേ. 3 4 5 6. ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന പുഷപ്പ് ചാലഞ്ച് ആണ്. ഏറ്റവും കൂടുതൽ പുഷപ്പ് ആരാണോ അടിക്കുന്ന ഓനെയാണ് 200 രൂപ കൊടുക്കും. അപ്പൊ നമുക്ക് ചാലഞ്ചിലേക്ക് കടക്കാം. 1 2 കമോൺ. 28 29 30. ഓ 1 2 13. 1 2 12 8 9 51 52 53. അപ്പൊ നമ്മൾ അർജുനാണ് പുഷപ്പ് ചാലഞ്ച് ജയിച്ച് 200 രൂപ അർജുൻ ജയിച്ച്. ഫസ്റ്റ് ക്യാഷ് ഗിവ് അവേന്റെ വിന്നർ അർജുൻ. എന്ത് ചാലഞ്ച് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതേപോലത്തെ ഓസം ചാലഞ്ചുകൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ.